Good morning to one and all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തേർഡ് സെമിസ്റ്റർ റെഗുലർ ബോർഡ് പേപ്പർ ആയിട്ടുള്ള 3031 അനലോഗ് ആൻഡ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് റിവിഷൻ 2021. ആൻഡ് ഇന്ന് ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 COസിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ 4 COസിൽ 2 എണ്ണം അനലോഗിലും രണ്ട് COs ഡിജിറ്റലുമാണ് വരാനുള്ളത്. 3 and 4 ഡിജിറ്റലും ആൻഡ് 1 and 2 അനലോഗിലാണ്. ഇനി ശ്രദ്ധിക്കാനുള്ളത് തേർഡ് മോഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മറ്റേതെല്ലാം സർക്യൂട്ട് വർക്ക്. അനലോഗിൽ വളരെ സിമ്പിളാണ്. സർക്യൂട്ട്സ് വർക്ക്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് COs നോക്കുകയാണ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ എന്താണ്, ഓസിലേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും നോക്കാനുള്ളത്. ആൻഡ് CO1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ പ്രീവിയസ്ലി ചോദിച്ചുള്ളത് ബേസ്ഡ് ഓൺ പീരീഡ് ഓഫ് കണ്ടക്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്. അപ്പോൾ പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരേണ്ടത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് AB പവർ ആംപ്ലിഫയേഴ്സ് ആണുള്ളത്. അപ്പോൾ പാരാമീറ്റേഴ്സ് നോക്കാം. കണ്ടക്ഷൻ ആംഗിൾ ഓഫ് കളക്ടർ കറണ്ട്, ഡിസ്ട്രോഷൻ ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്, എഫിഷ്യൻസി, പവർ ഡെസിപ്പേഷൻ ഇൻ ട്രാൻസിസ്റ്റേഴ്സ്. ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ സാധാരണ ചോദിക്കാറ്. ഇതിപ്പോൾ 3 മാർക്കിനാണ് ചോദിച്ചുകൊണ്ട് പീരീഡ് ഓഫ് കണ്ടക്ഷൻ മാത്രം നോക്കിയാൽ മതി, ഫസ്റ്റത്തേത് നോക്കിയാൽ മതി. ആൻഡ് നമ്മൾ 7 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യം ശ്രദ്ധിക്കുക, പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. കണ്ടക്ഷൻ ആംഗിൾ ഓഫ് കളക്ടർ കറണ്ട്, അതിൽ ക്ലാസ് എ ആകുമ്പോൾ 360 ഡിഗ്രി ആയിട്ടാണ് കണ്ടക്ഷൻ ആംഗിൾ കാണുന്നത്, 360 ഡിഗ്രി ഉണ്ടാവും. ഇനി ക്ലാസ് ബി ആണെന്നുണ്ടെങ്കിൽ 180 അല്ലെങ്കിൽ ഹാഫ് സൈക്കിൾ 180 ഡിഗ്രി ആയിരിക്കും വരിക. ക്ലാസ് സി എന്ന് പറയുന്ന സമയത്ത് ഇത് 180 ആണെങ്കിൽ ലെസ് ദാൻ 180. ആൻഡ് ക്ലാസ് എ ബി എന്ന് പറയുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ 180 ഡിഗ്രി ടു 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രി, 180 ഡിഗ്രി, ലെസ് ദാൻ 180 ഡിഗ്രി, ഇൻ ബിറ്റ്വീൻ 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഇനി സെക്കൻഡ് പാരാമീറ്റേഴ്സ് ഡിസ്ട്രോഷൻ നോക്കാം. ക്ലാസ് എയിൽ നോ ഡിസ്ട്രോഷൻ, ക്ലാസ് ബി വരുന്ന സമയത്ത് മോർ ദാൻ ക്ലാസ് എ ഡിസ്ട്രോഷൻ ഉണ്ടാവുന്നുണ്ട്. ക്ലാസ് സി വരുന്ന സമയത്ത് മോർ ദാൻ ക്ലാസ് എ, ബി ആൻഡ് AB പവർ ആംപ്ലിഫയർ. ആൻഡ് ക്ലാസ് എ ബിയിൽ ലോ ഡിസ്ട്രോഷൻ ആണ്. ഇനി തേർഡ് പാരാമീറ്റേഴ്സ് എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. എഫിഷ്യൻസി എന്താണ്? ലോവസ്റ്റ് ബിറ്റ്വീൻ 25 to 50%. ക്ലാസ് ബി വരുന്ന സമയത്ത് ഹയർ ആണ്. ആൻഡ് ക്ലാസ് സി വരുന്ന സമയത്ത് എഫിഷ്യൻസി എന്തുണ്ട്? വെരി ഹൈ, 95%. ആൻഡ് ക്ലാസ് എ ബിയിൽ 50 to 78.5%. ഇനി പവർ ഡെസിപ്പേഷൻ ഇൻ എ ട്രാൻസിസ്റ്റർ എന്താണെന്ന് നോക്കാം. അതിൽ ക്ലാസ് എ വരുന്ന സമയത്ത് വെരി ഹൈ ആണ്, ക്ലാസ് ബി വരുന്ന സമയത്ത് ലോ, ക്ലാസ് സി വെരി ലോ ആൻഡ് ക്ലാസ് എ ബി മോഡറേറ്റ്. അപ്പോൾ ഹോപ്പ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയറിൽ നമ്മൾ 4 പാരാമീറ്റേഴ്സ് വെച്ച് പഠിച്ചിട്ടുണ്ട്. essay ക്വസ്റ്റ്യൻ 7 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ 4 പാരാമീറ്റേഴ്സ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻ കേസ് ഏതെങ്കിലും പീരീഡ് ഓഫ് ആംഗിൾ അല്ലെങ്കിൽ എഫിഷ്യൻസി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ഓഫ് സ്റ്റേബിൾ ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ആൻഡ് എന്താണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്? മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ് ആണ്, നമുക്കറിയാം. ആൻഡ് 3 ടൈപ്പ് ഓഫ് സ്ക്വയർ ജനറേറ്റർ ആണുള്ളത്: മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ ആൻഡ് എസ്റ്റേബിൾ. അപ്പോൾ ഇത് ഏതെല്ലാം ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ളത് കമ്പാരിസൺ നമ്മൾ നോക്കാനുള്ളത് കമ്പയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എസ്റ്റേബിളും ബൈസ്റ്റേബിളും എന്താണെന്നുള്ളതാണ്. ഈ 2 കമ്പാരിസൺസ് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 പോയിൻറ്റ്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ എസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നോ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് പോയിൻറ്റ്. എസ്റ്റേബിൾ നോ സ്റ്റേബിൾ സ്റ്റേറ്റ്. ബൈസ്റ്റേബിൾ വരുന്ന സമയത്ത് ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 സ്റ്റേറ്റ് ഉണ്ടാവും. ഇനി മോണോസ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് 1 സ്റ്റേബിൾ സ്റ്റേറ്റ്. ഇനി എസ്റ്റേബിളിൽ വേറെ അടുത്ത പോയിൻ്റ് എന്ത് വരുന്നത്? നോ ട്രിഗറിങ് നീഡർ, എക്സ്ട്രാ ട്രിഗർ നീഡഡ് ചെയ്യണം, ആവശ്യമുണ്ട്. അപ്പം ഫസ്റ്റത്തെ പോയിൻ്റ് എസ്റ്റേബിൾ നോ സ്റ്റേബിൾ സ്റ്റേറ്റ്, ബൈസ്റ്റേബിൾ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്. രണ്ടാമത്തെ നോ ട്രിഗർ പൾസസ് നീഡഡ്, അല്ലെങ്കിൽ ട്രിഗർ അല്ലെങ്കിൽ എക്സ്ട്രാ പൾസസ് നീഡഡ്.
ഇവിടെ ആവശ്യമുണ്ട്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് അപ്ലിക്കേഷൻ ആണ്. യൂസ്ഡ് ഇൻ പൾസ് ജനറേറ്റർ ആൻഡ് ബൈസ്റ്റേബിളിൽ യൂസ്ഡ് ഇൻ ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. മൾട്ടി വൈബ്രേറ്റേഴ്സ് ഏതൊക്കെയാണ്, ലിസ്റ്റ് ദി ക്ലാസിഫിക്കേഷൻ. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ സ്റ്റേബിൾ സ്റ്റേറ്റ്, ബൈസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് മോണോസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യും. അടുത്തതായിട്ട് എസ് എ ക്വസ്റ്റ്യനിൽ 7 മാർക്കിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇത് റിപ്പീറ്റേറ്റീവായിട്ട് കാണുന്ന ക്വസ്റ്റ്യനാണ്. 2021 സ്കീമിലും 2015 സ്കീമിലും ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അപ്പോൾ നമുക്കറിയണം എന്താണ് ഓസിലേറ്റർ. അത് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഓസിലേറ്റേഴ്സ് ആവും. ആൻഡ് ഓസിലേറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്താണ്? ബാർക്രൂസൺ ക്രൈറ്റീരിയയാണ്. ബാർക്രൂസൺ ക്രൈറ്റീരിയ പറയുന്നത് മോഡുലസ് ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു ലൂപ്പ് ഗെയിൻ എന്തായിരിക്കും? യൂണിറ്റി ആവണം. ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി 0 അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 360 ആവണം. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് നമുക്ക് ഓർമ്മ വരണം ഓസിലേറ്റേഴ്സിൻ്റെ കേസിൽ. ആൻഡ് ഇവിടെ നോക്കിയാൽ കാണാം RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ നോക്കാം, നമ്മളിവിടെ സൈൻ വേവ് കൊടുത്തിട്ടില്ല, ഒരു DC സപ്ലൈ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? സൈൻ വേവ് നമ്മൾക്ക് കിട്ടും. ആദ്യം ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് വരയ്ക്കുക. R1 R2 RC RE പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ 3 സെപ്പറേറ്റ് ആയിട്ട് ഉള്ള 3 സീരീസായി നമ്മൾ 3 കപ്പാസിറ്റർ റെസിസ്റ്റർ ലോഡ് കൊടുത്തിട്ടുണ്ട്. RC എന്നുള്ളത് RC ആൻഡ് RC. ഒരു കപ്പാസിറ്റർ ഉണ്ടാവും RC. അപ്പോൾ 3 RC നെറ്റ്വർക്ക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആംപ്ലിഫയർ ഒറ്റയ്ക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരും. ആൻഡ് ഇൻഡിവിജ്വൽ ഓഫ് 3 RC നെറ്റ്വർക്ക് നമുക്ക് എത്ര ഡിഗ്രി തരണം? 180 ഡിഗ്രി തരണം. അപ്പം എന്താ വെച്ചാൽ 360 ടോട്ടൽ ഓഫ് 360 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ ഇൻഡിവിജ്വൽ RC 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് തരുന്നത്. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി തരും, ഇവിടെ ഒരു 60 ഡിഗ്രി, ഇവിടെ ഒരു 60 ഡിഗ്രി ആൻഡ് ഇവിടെ അഗെയിൻ ഒരു 60 ഡിഗ്രി, ടോട്ടൽ ഓഫ് 360 ഡിഗ്രി. ആൻഡ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ RC സർക്യൂട്ട് ഇസ് for a square wave input leads the output voltage. The phase angle by which lead is determined by the value of RC component used in the circuit. The following circuit diagram shows the single section of RC single section work cheyanannundengil you can draw like this way. CR അപ്പോൾ സിംഗിൾ RC ആണ്. ദി ഔട്ട്പുട്ട് വോൾട്ടേജ് V1 അക്രോസ് ദി R ലീഡ്സ് ദി ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ് ഇൻപുട്ട് VI ആൻഡ് ഫേസ് ആംഗിൾ നമ്മൾ 5 ഡിഗ്രി എന്ന് എഴുതുന്നുണ്ട്. ഇഫ് RC ഇസ് റെഡ്യൂസ്ഡ് ടു 0 V1 ഇസ് 90, ദാറ്റ് ഇസ് 5 ആംഗിൾ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ ദോർഫോർ നമ്മൾ പ്രാക്ടീസിന് അറിയാം. ഇൻ പ്രാക്ടിക്കൽ കേസസിൽ നമ്മൾ എന്താ ചെയ്യുക? C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു C3 ഇസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് R1 ഇസ് ഈക്വൽ ടു R2 ഇസ് ഈക്വൽ ടു R3 ഇസ് ഈക്വൽ ടു R. ആൻഡ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയാണ്? ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് as 1/f0 is equal to 1/2 RC √6. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഫിഗറും വളരെ നീറ്റായിട്ട് വരയ്ക്കാം. ആൻഡ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫിഗറിന് അത്യാവശ്യം മാർക്ക് വെയിറ്റേജ് പോകുന്നുണ്ട്. അറൗണ്ട് 7 മാർക്കാണെങ്കിൽ 3 to 4 മാർക്ക് സർക്യൂട്ട് ഡയഗ്രത്തിന് മാത്രം വരും. അപ്പോൾ സ്കെയിൽ വെച്ച് പെന്ന് വെച്ചിട്ട് വളരെ നീറ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്യൂട്ട് വരയ്ക്കണം. ഹോപ്പ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദി ഓപ്പറേഷൻ ഓഫ് എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിത്ത് എ നീറ്റ് ഡയഗ്രാം. നമ്മൾ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് വരയ്ക്കാം. എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞ സമയത്ത് ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്ക്വയർ വേവ് ജനറേറ്ററാണ്. പിന്നെ എന്താണ്? സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. സ്റ്റേബിൾ ആയതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഇല്ല. നമ്മളിവിടെ VCC കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, T1 T1 T2. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഔട്ട്പുട്ട് എക്രോസ് T1ഉം T2ൻ്റെ എക്രോസ് ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ആൻഡ് ശ്രദ്ധിക്കാനുള്ളത് 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ C2 is connected, C2 ബേസ് 1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് C1 ബേസ് 2ലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. 4 റെസിസ്റ്റൻസ് R1 R2 R3 R4ഉം ഇൻ ബിറ്റ്വീൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളടുത്ത് 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ട്രാൻസിസ്റ്റർ T1 ഉണ്ട്, ട്രാൻസിസ്റ്റർ
T2 ഉണ്ട്. ട്രാൻസിസ്റ്റർ T1 ഓൺ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ T2 ഓട്ടോമാറ്റിക്കലി ഗോസ് ടു ഓഫ് സ്റ്റേറ്റ്. ഇത് ഓഫ് ആണെങ്കിൽ T1 എന്തായിരിക്കും, T2 എന്തായിരിക്കും, ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് ആസ് ബൈ കപ്ലിംഗ് കപ്പാസിറ്റർ ദാറ്റ് ആർ ഇൻസ്റ്റൻ്റ്ലി ട്രാൻസ്ഫർ വോൾട്ടേജ് ചേഞ്ചസ് ബിക്കോസ് ദി വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ കനോട്ട് സഡൻലി ചേഞ്ച്. അപ്പം പെട്ടെന്ന് കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സഡനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അക്കോർഡിംഗ്ലി നമുക്ക് എന്ത് ചെയ്യാം, സേ നമ്മൾ കപ്പാസിറ്റർ C1 ഫുള്ളി ചാർജ്ഡ് ആണ്. കപ്പാസിറ്റർ C2 എന്തായിരിക്കും, ചാർജിൽ ക്യാരി ചെയ്യുന്നുണ്ടാവില്ല. സോ അക്കോർഡിംഗ്ലി വൺ ഓഫ് ദി ഫുള്ളി ചാർജ് കപ്പാസിറ്റർ ഇസ് ഡിസ്ചാർജ് സ്ലോലി, ദസ് കൺവേർട്ടിങ് ഇൻറ്റു എക്സ്പൊണൻഷ്യലി. കപ്പാസിറ്റർ എപ്പോഴും ഡിസ്ചാർജ് ചെയ്യുക, സഡൻ ആയിട്ടല്ല, എക്സ്പൊണൻഷ്യൽ ഈൻ്റെ പവറിലാണ് കപ്പാസിറ്റർ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക, സ്ലോലി ഡിസ്ചാർജ് ചെയ്യും. ആ സമയത്ത് കപ്പാസിറ്റർ C1 ആണ് ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ C2 എന്തായിരിക്കും, ചാർജിങ്ങിലേക്ക് പതുക്കെ എക്സ്പൊണൻഷ്യൽ സഡൻ ആയിട്ടുള്ള ചാർജിങ് കഴിക്കും. C1 ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് C2 will be charging. So at the same time the other empty capacitor quickly charges, thus restoring its charge. First capacitor will act as a time setting capacitor and the second prepares place this role of next time. അതായത് ഒന്ന് ചാർജിങ്ങിന് ഇരിക്കുന്ന സമയത്ത് മറ്റേത് ഡിസ്ചാർജിലായിരിക്കും. അപ്പം ഒന്നിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദിസ് സർക്യൂട്ട് ഓപ്പറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി ഫാക്ട് ഓഫ് ദി ഫോർവേഡ് ബയാസ് base emitter junction of switched on bipolar transistor which provides a capacitor restoration. നമ്മൾ ഈ സർക്യൂട്ടിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം സർക്യൂട്ടിൻ്റെ ഇതിൽ തന്നെയാണ്, റെസിസ്റ്ററിന് കപ്പാസിറ്റർ കണക്ഷനാണ്. സർക്യൂട്ടിൽ വളരെ നീറ്റായിട്ട് നോക്കാം. ഈ ബേസിൻ്റെ അക്രോസ് എല്ലാ കപ്പാസിറ്റർ വെച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഇത് വരയ്ക്കുന്ന സമയത്ത്, സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്യരുത് ആൻഡ് ഇതിൻ്റെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കണം, വരയ്ക്കുമ്പോൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഷോർട്ടായി പോലാണ്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിരിക്കണം. നമുക്ക് വേണ്ടത് സ്റ്റേബിൾ 2 ട്രാൻസിസ്റ്റേഴ്സ് വേണം, 2 കപ്പാസിറ്റേഴ്സ് വേണം, 4 റെസിസ്റ്റേഴ്സ് വേണം. ആൻഡ് ഔട്ട്പുട്ട് ഇസ് ടേക്കൺ അക്രോസ് ദി കളക്ടർ എമിറ്റർ. VCC നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഗ്രൗണ്ട് ഇസ് ഓൾസോ കണക്റ്റഡ്. ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടെന്ന്. ഇനി പാർട്ട് എയിൽ നവംബർ 23, 24 ബോർഡ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ലിസ്റ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. നമുക്ക് എന്ത് അപ്ലിക്കേഷൻസ് എഴുതാൻ പറ്റും, അത് വാച്ചസ്, റേഡിയോ, സ്മാർട്ട് വാച്ച് എന്തെങ്കിലും എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഫീഡ്ബാക്ക് മെക്കാനിസം ഇൻ വിച്ച് ഫീഡ്ബാക്ക് സിഗ്നൽ ഒപ്പോസസ് ദി ഇൻപുട്ട് സിഗ്നൽ. ഫീഡ്ബാക്ക് സിഗ്നൽ ഒപ്പോസ് ചെയ്യാണ്, അത് നെഗറ്റീവ് ഫീഡ്ബാക്കിംഗ് ആണ്. Define class C operation of a power amplifier when the collector current flows for less than half cycle of an input signal. Less than half cycle input signal less than half ആണെന്നുണ്ടെങ്കിൽ we can say it is class C power amplifier. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റേറ്റീവായിട്ട് കണ്ട് ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ബാർക്രൂസൻ ക്രൈറ്റീരിയ ഫോർ എ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. ഞാൻ ഓസിലേറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് 1 ആവണം. ആൻഡ് ലൂപ്പ് ഗെയിൻ എന്തായിരിക്കണം, ആംഗിൾ ഓഫ് ക്ലോസ് ലൂപ്പ് ഗെയിൻ
0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 360 ആവണം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മോഡുലസ് ഓഫ് എ ബീറ്റ എ എന്ന് എഴുതിയിട്ടുള്ളത് രണ്ടും സെയിം തന്നെയാണ്. മോഡുലസ് ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 1 ആൻഡ് ആംഗിൾ ഓഫ് എ ബീറ്റ ഇസ് ഈക്വൽ ടു 2πn വിച്ച് ഇസ് 360 അല്ലെങ്കിൽ n ക്യാൻ വേരി ഫ്രം 0, 1, 2, 3 എക്സെട്ര. ഇനി അടുത്ത ചോദിക്കുന്നുണ്ട് ഫീഡ്ബാക്കിംഗ് എന്താണെന്നുള്ളതാണ്. ഫീഡ്ബാക്കിംഗ് എന്താണ്? നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, എ പറഞ്ഞാലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു, കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതൊരു ഇൻപുട്ടാണ്, ഔട്ട്പുട്ടാണ്. ഇനി എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഇസ് ടേക്കൺ ആൻഡ് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ടിനാണ് എന്ത് പറയുക? ഫീഡ്ബാക്കിംഗ് എന്ന് പറയുന്നത്. എ പ്രോസസ് ഇൻ വിച്ച് സം പാർട്ട് ഓർ എ ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ഇസ് കമ്പൈൻഡ് വിത്ത് ദി ഇൻപുട്ട് ഇസ് നോൺ ആസ് ഫീഡ്ബാക്കിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം. ലിസ്റ്റ് ദി കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. സസ്റ്റെയിൻഡ് ഓസിലേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ ചോദിക്കുന്നുണ്ട്. അത് ബാർക്രൂസൻ ക്രൈറ്റീരിയം കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ സെയിം ആണ്. അത് റിപ്പീറ്റേറ്റീവായിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലിസ്റ്റ് എനി 2 കപ്ലിംഗ് സ്കീംസ് യൂസ്ഡ് ഇൻ ദ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഏതെങ്കിലും 2 കപ്ലിംഗ് സ്കീം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് കപ്ലിംഗ്, RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും 2 സ്കീംസ് നമുക്ക് എഴുതാം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എൻ ഓസിലേറ്റർ എംപ്ലോയ്സ് ഡാഷ് ഫീഡ്ബാക്ക്. ഏത് ഫീഡ്ബാക്കാണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CO2-ലെ പാർട്ട് എ 1 മാർക്കിൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ CMRR ഓഫ് എൻ ഒപ്പാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്താണോ എന്നാണ്. ദ റേഷ്യോ ഓഫ് ദി കോമൺ മോഡ് ഗെയിൻ ടു ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ. കോമൺ മോഡ് ഗെയിൻ ടു ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ആണ് CMRR. അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ എന്തെങ്കിലും 2 ആംപ്ലിഫയർ ഒപ്പാമിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാം. സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം, കമ്പാരേറ്ററായിട്ട് യൂസ് ചെയ്യാം, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിഫൈൻ ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് എൻ ഒപ്പാം. അപ്പോൾ എന്താണ് വോൾട്ടേജ് ഗെയിൻ എന്താണെന്നുള്ളത്? ഗെയിൻ എപ്പോഴും എന്താണോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്തായിരിക്കും? V0/Vin ആണ്. Voltage gain is defined as the ratio of output voltage to the input voltage and it will be in dB. Decibel ആണ് ഗെയിൻ ഓൾവേസ് യൂണിറ്റ് ആക്കുന്ന. അടുത്തത് ലിസ്റ്റ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2 പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അതാ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്തത് സെലക്ട് എനി 1 പേർപ്പസ് ഓഫ് ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയറിന് ഏതെങ്കിലും ഒരു പേർപ്പസ് ചെയ്യുക. അതാണ് പറയും ടു റെക്ടിഫൈ ദി ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ വെരി സ്മോൾ മാഗ്നിറ്റ്യൂഡ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ലെസ് ദാൻ ദി ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് എൻ ഡയോഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദി സർക്യൂട്ട് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദി ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഈ സർക്യൂട്ട് തന്നിട്ടുണ്ട്. അത് ഏത് സർക്യൂട്ടാണ്, ഏത് ടൈപ്പ് ഓഫ് ആംപ്ലിഫയർ ആണെന്നാണ് നോക്കാനുള്ളത്. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചാൽ Vin കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനലാണ്. ഒപ്പാമിൻ്റെ നെഗറ്റീവിന് എപ്പോഴും ഇൻവേർട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് എന്താണ് നെഗറ്റീവ് സൈനിലാണ് ഇൻപുട്ട് VS സോഴ്സ് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത്, Vin കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ആൻഡ് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്താ എഴുതല്ലോ നമ്മൾ? AV is equal to -RF/R1. ഫീഡ്ബാക്ക് റെസിസ്റ്റൻ്റ് ആണ് RF. Rin എഴുതാം. അപ്പം -RF/Rin ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലെയിൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ നോൺ ഇൻവേർട്ടിംഗ് തന്നെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പോസിറ്റീവ് ടെർമിനലാണ് എന്തുള്ളത്? വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഒപ്പാം വരയ്ക്കാം. വോൾട്ടേജ് സോഴ്സ് Vin പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ R1 എഴുതിയിട്ടുണ്ട്. ആൻഡ് ഫീഡ്ബാക്കിംഗ് റെസിസ്റ്റൻസ് RF. യു കൻ ഐദർ റൈറ്റ് R2 എഴുതാം അല്ലെങ്കിൽ RF എന്ന് എഴുതാം. ഏതായാലും സെയിം ആണ്. അപ്പം ആ ഫിഗർ വരയ്ക്കാം, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ കൊടുക്കാം. ആൻഡ് in a non-inverting operational amplifier, the input is fed to the non-inverting terminal and the output phases in phase ആണ്. ക്ലോസ് ലൂപ്പ് ഗെയിൻ എന്താണ്? 1 + V0/Vi ആണ്. ഇൻ ഫേസ് ആയിരിക്കും
ഫേസ് ഷിഫ്റ്റ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തായിരിക്കും? ഇത് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾവേസ് അതിൻ്റെ ഇൻ ഫേസ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവില്ല. ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒപ്പാം. ഐഡിയൽ ക്യാര ഓഫ് ആൻ ഒപ്പാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് 3 മാർക്കിനാണ് സാധാരണ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ 7 മാർക്കിന് വരെ ചോദിക്കാം. ആ സമയത്ത് നമ്മൾ എഴുതേണ്ട 7 പോയിൻറ്റ്സ് ആണ്. ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI എന്തായിരിക്കണം? RI ഇൻഫിനിറ്റ് ആയിരിക്കണം. R0 എപ്പോഴും ലെസ് ആയിരിക്കണം, 0 ആയിരിക്കണം. ഇത് 2 പോയിൻ്റ് ആക്കിയിട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഇൻഫിനിറ്റ് ആവണം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആയിരിക്കണം. ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആയിരിക്കും. ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് RIN. 0 ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്. ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് വിത്ത് 0 ഫേസ് ഷിഫ്റ്റ്. ഇൻഫിനിറ്റ് സ്ലൂ റൈറ്റ്. ദ 0 ഔട്ട്പുട്ട് ഇമ്പിഡൻസ് R. ഇതിലുള്ള 6 പോയിൻറ്റ്സും അങ്ങനെ എഴുതി വെക്കണം. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ദി ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒപ്പാം എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ടിപ്പിക്കൽ ഒപ്പാം സ്റ്റേജ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതും റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാനുള്ളത് 2 ഇൻപുട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ഇൻപുട്ടും നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടുമാണുള്ളത്. അത് എവിടെ കണക്ട് ചെയ്യും? നമ്മൾ ഇൻപുട്ട് സ്റ്റേജിൽ കണക്ട് ചെയ്യും. അത് ഇൻപുട്ട് സ്റ്റേജും ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേജും ഉണ്ട്. ഇനി 2 സ്റ്റേജസാണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. ഒന്ന് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ഒന്ന് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇൻപുട്ട് സ്റ്റേജ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജസ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേജസ് ഉണ്ട്. ആൻഡ് വളരെ സിമ്പിളാണ് ഈ ബ്ലോക്ക് ഡയഗ്രാം. അങ്ങനെ എഴുതാനേ ഉള്ളൂ. 3 മാർക്കിന് ചോദിച്ചുകൊണ്ട് എക്സ്പ്ലനേഷന് വേണ്ടി വരില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സമ്മിങ് ആംപ്ലിഫയർ അല്ലെങ്കിൽ അഡീഷൻ ആംപ്ലിഫയർ എന്താണെന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാനുള്ളത്. ആൻഡ് ഇത് നെഗറ്റീവിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് പോസിറ്റീവ് ഗ്രൗണ്ടിലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് R1 V1 ഉണ്ട്, V2 R2 ഉണ്ട്, ആൻഡ് V3 R3 ഉണ്ടാവും. ആൻഡ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് എൻ ഒപ്പാം ആണ്. നോൺ ഇൻവേർട്ടിംഗ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അഗെയിൻ ഇവിടെ ആര് വേണം? ഒരു ഫീഡ്ബാക്കിംഗ് RF. ഇതാണ് അതിൻ്റെ സിമ്പിൾ സർക്യൂട്ട്സ് വരുന്നത്. ആൻഡ് V1 കൂടെ V1 R1 കൂടെ I1 പറഞ്ഞ കറണ്ട് പോവും. ഇവിടെ I2 പറഞ്ഞ കറണ്ട് ആൻഡ് I3 പറഞ്ഞ കറണ്ട് ഉണ്ടാവും. പക്ഷേ എപ്പോഴും ഫീഡ്ബാക്കിൽ കൂടെ IF എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് ഉണ്ടാവും. നമുക്ക് കിർച്ചോഫ് ലോ പ്രകാരം we know that IF is equal to I1 plus I2 plus I3. ആ നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നുണ്ട്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് V1 R1 plus V2 R2 plus V3 R3. So in the output equations V0 by Vn ആവില്ലേ? ആ സമയത്ത് you have negative output is equal to V0 is equal to minus RF by R1 V1 plus RF by R2 V2 and R3 V3 by R in. സോ ഇതാണ് അതിൻ്റെ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ടുള്ളത്. സമ്മിങ് അഡീഷൻ ഓപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് അതിനെ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പേര് പറയുന്നത് സമ്മിങ് ആംപ്ലിഫയറും അഡീഷൻ ആംപ്ലിഫയറും എന്താണ്? സെയിം ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ യൂസിങ് ഒപ്പാം വരയ്ക്കാൻ. സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ വരയ്ക്കാം. ആൻഡ് ഇവിടെ നോക്കാൻ കാണാം സൈൻ വേവ് കിട്ടിയിട്ട് നമുക്ക് ഒരു സ്ക്വയർ വേവ് ജനറേറ്റർ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു.
അടുത്തതായിട്ട് 7 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 7 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് ഒപ്പാം ഇൻ വർക്കിംഗ് ഓഫ് എൻ ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ. ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന്. ഓൾവേസ് ഇൻവേർട്ടിംഗ് സൈഡിലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത്. 2 ഡയോഡ് ഉണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ട്, ഒരു ഇൻപുട്ട് റെസിസ്റ്റർ R1 ഉണ്ട്, പിന്നെ ആസ് ഓൾവേസ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് വേവ് ഇങ്ങനെയാണ് വരിക. ആൻഡ് ഔട്ട്പുട്ട് വേവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ എൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. The precision rectifier is another rectifier that converts rectifies and always എന്താണ് AC to DC ആക്കുന്നത്. rectifies AC-നെ DC ആക്കുന്നു. ബട്ട് ഇൻ ദ precision rectifier we uses op-amp to compensate for the voltage drop across the diode. ഡയോഡിൻ്റെ across ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ op-amp യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് വൈ വി ആർ നോട്ട് ലൂസിങ് 0.6 അല്ലെങ്കിൽ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ op-amp യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണില്ല. ആൻഡ് ഓൾസോ ദി സർക്യൂട്ട് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ടു ഹാവ് സം ഗെയിൻ അറ്റ് ദി ഔട്ട്പുട്ട് ആംപ്ലിഫയർ ആസ് വെൽ. In this case, when the input is greater than 0, the D1 is off. ഇൻപുട്ട് ഔട്ട്പുട്ടിനേക്കാളും കൂടുന്ന സമയത്ത് ഡയോഡ് D1 ഓഫ് സ്റ്റേറ്റിലായിരിക്കും, D2 will be in on state. So the output 0 is because other end of R2 is connected to the virtual ground. So there is no current flows through the R2. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ആ സമയത്ത് ഔട്ട്പുട്ട് എന്താ, ഇവിടെ വെർച്വൽ ഗ്രൗണ്ട് 0 ആവുന്ന സമയത്ത് ഇവിടെ D1 ഓഫ് ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ആൻഡ് അതർ വെൻ ദ ഇൻപുട്ട് ഇസ് ലെസ് ദാൻ 0, the D1 is on and D2 will be off state. So the output is like to amplification of the input. അതായത് 2 കേസസ് ആണുള്ളത്. ഇൻപുട്ട് ഗ്രേറ്റർ ആവുന്ന സമയത്തും ലെസ് ആവുന്ന സമയത്തും എന്താണെന്ന് നോക്കാം. അതായത് D1 ഇൻപുട്ട് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ വിൽ ഹാവ് എന്ത് ചെയ്യും, D1 D2 ആണുള്ളത്. വി നോ ദാറ്റ് D1 ഇൻപുട്ട് സിഗ്നൽ ഓഫ് ആവുന്ന സമയത്ത് വെർച്വൽ ഗ്രൗണ്ട് കാരണം ഇവിടെ 0 വോൾട്ട് ആവും. D1 എന്തായിരിക്കും, ഓഫ് സ്റ്റേറ്റ് ലൈൻ 0 ആയിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ആൻഡ് ഇൻ കേസ് ദ അതർ കേസ് ആകുമ്പോൾ ഇൻപുട്ട് ഇസ് ഗ്രേറ്റർ 0 ഗ്രേറ്റർ ആവുന്ന സമയത്ത് D1 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് അക്രോസ് അവിടെ D1 അക്രോസ് ഉള്ള ആംപ്ലിഫൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതാണ് ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിങ്ങിൻ്റെ സമയത്ത് എന്ത് എഴുതണം, ഇൻവേർട്ടിങ്ങിൻ്റെ സമയത്ത് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നെഗറ്റീവ് ടെർമിനലാണ് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് ഉണ്ട്, പ്ലസ് എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് ആയിരിക്കും ഉണ്ടാവില്ല, 0 വോൾട്ട് ആയിരിക്കും. ആൻഡ് വി ഹാവ് ഇൻപുട്ട് R1 ഉണ്ട്, ഔട്ട്പുട്ട് ഫീഡ്ബാക്കിംഗ് റെസിസ്റ്റൻറ്റ് RF ഉണ്ട്. അപ്പോൾ V0 പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ 0 വോൾട്ട് ആകുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, 0 വോൾട്ട് ആയിരിക്കും. എന്ത് കോൺസെപ്റ്റ്, വെർച്വൽ ഗ്രൗണ്ടിൻ്റെ കോൺസെപ്റ്റിൽ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ V1 0 വോൾട്ടിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 0 വോൾട്ട് ആയിരിക്കും. സോ ഫോർ I is equal to എങ്ങനെ എഴുതാൻ പറ്റും, Vin മൈനസ് V2/Rin. Rin അല്ലെങ്കിൽ നമുക്ക് R1 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു V2 മൈനസ് V0/RF. നമുക്കറിയാം എന്ത്, V1 0 ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് I is equal to Vin/R1 minus V2/Rn is equal to V2/RF minus V0/RF. So again we can understand that Vin/Rn minus V2 is equal to on equation rearrange ചെയ്യാം. rearrange ചെയ്യുന്ന സമയത്ത് നമുക്ക് I is equal to ഇക്വേഷൻ കിട്ടും, RF is equal to V0 minus Vin എന്ന് എഴുതാൻ പറ്റും. സോ വി ഹാവ് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് എഴുതാം, വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് എഴുതാം.
V in is minus V2 by R1 is equal to V2 minus V0 by RF. V1 എന്താണ്? V2 0 ആണ്. So we can write V in by R1 is equal to minus V0 by RF. അടുത്തത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can rearrange minus V0 by V in is equal to RF by R1 എന്ന് എഴുതാം. അതുതന്നെയാണ് വോൾട്ടേജ് ഗെയിൻ. നെഗറ്റീവ് സൈൻ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അത് വേണമെങ്കിൽ വി ക്യാൻ ട്രാൻസ്ഫർ ടു ഹിയർ. അപ്പോൾ V0 by V in is equal to minus RF by R1. സോ ഇതാണ് എൻ്റെ വോൾട്ടേജ് എക്സ്പ്രഷൻ. നമുക്ക് വേണമെങ്കിൽ V0ൻ്റെ ടേംസിൽ എഴുതുന്ന സമയത്ത് V0 is equal to minus RF by R1 into. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഷോ ദി കോൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഗ്രൗണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം ആണ്. അപ്പോൾ നമുക്ക് വെർച്വൽ ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്. ഇൻ ഐഡിയൽ ഒപ്പാം വിൽ പ്രൊവൈഡ് ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പം V0 by V in എന്താണ്? ഇൻഫിനിറ്റ് ആണ്. സോ ആസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ സമയത്ത് V in എന്തായിരിക്കണം? ഈ ഇക്വേഷനിൽ V in 0 ആയിരിക്കണം. V in is equal to V2 minus V1 ആണ്. സോ ഇനിപ്പോൾ V1 എന്തിന് കണക്ട് ചെയ്തിരിക്കണം? V1 ഇവിടെ നോക്കിയാൽ കാണാം, V1 ഇവിടെയാണ്, V2 ആണ്. V2 minus V1 ആണ് V in എന്ന് പറയുന്നത്. സോ V2 minus V1 will be equal to 0 ആണെങ്കിൽ V1 already 0 ആണ്. അപ്പോൾ V2 is equal to V in ആണ്. In this provide V1 is connected to the ground, V1 is 0, thus V2 നെഗറ്റീവ് ടെർമിനൽ ഇസ് ഓൾസോ ഇൻ എ ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞിട്ട് AV is equal to V0 by V in എന്തിന് ഇൻഫിനിറ്റ് ആവണം. ദാറ്റ് മീൻസ് V in equal to 0 ആവണം, 0 വോൾട്ട്. V in നമുക്കറിയാം ഇറ്റ് ഈസ് V1 minus V2. V2 ഓൾറെഡി 0 ആവുന്ന സമയത്ത് ഇവിടെ എന്താവണം? ഓട്ടോമാറ്റിക്കലി വെർച്വൽ V2 വിൽ ബി ഇൻ എ വെർച്വൽ ഗ്രൗണ്ട് കണ്ടീഷൻ. അടുത്തതായിട്ടുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പ്ലെയിൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആസ് എൻ ഇൻ്റഗ്രേറ്റർ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റർ ആകുമ്പോൾ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സർക്യൂട്ട് ഡയഗ്രാം ഇൻപുട്ടിൽ ഫീഡ്ബാക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, V in, R in and C. നമുക്കറിയണം V in is equal to IF ആണ്. V in minus X by R1 is equal to C into dx minus V0 dt is where X equal to 0, and V in Rn is equal to C into minus dV0 dt where dV0 is equal to minus R by R in C into V in into dt. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് ആവുന്ന സമയത്ത് നമുക്ക് we get V0 is equal to minus RC integral V in dt. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് മോഡ്യൂളിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻഡ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ടോപ്പിക്സാണ്. 3ഉം 4ഉം. 3 ബേസിക്കുള്ള നമ്പർ സിസ്റ്റം അതെന്തെല്ലാമെന്നാണ് പറയുന്നത്. ആൻഡ് പാർട്ട് എയിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡി മോർഗൻസ് തിയറം. ഡി മോർഗൻസ് തിയറം എന്താണെന്നാണ്. ഈ ഒരു രണ്ട് തിയറംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിന് ബേസ്ഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമുക്കറിയുന്നത് വരെ ഡി മോർഗൻസ് തിയറം സ്റ്റേറ്റഡ് മോഡുലസ് A dot B whole bar is equal to A bar plus B bar and A plus B whole bar is equal to A bar dot B bar. ഈ രണ്ട് തിയറംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ദി ബിലോ represented gates R1 and 1 and 2 in the figure below. Write the boolean expression for the output y. അപ്പോൾ ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഗേറ്റ് ആൻഡ് ഗേറ്റ് ആണ്, ആൻഡ് ഇത് ഓർ ഗേറ്റ് ആണ്, ആൻഡ് ഓർ. സോ എ ബി ആൻഡിൽ എടുക്കുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്, ആൻഡ് ഇത് അഡീഷൻ ഓപ്പറേഷനാണ് വരുന്നത്. അപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y is equal to A dot B, ആൻഡ് അതിൻ്റെ ഇവിടെ എ ബി കിട്ടി, ആൻഡ് പ്ലസ് ഓറിനായിട്ട് ചെയ്യുന്ന സമയത്ത് A plus B, A into B plus C.
അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലുസ്ട്രേറ്റ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എക്സോർ ഗേറ്റ് വരച്ചിട്ടുണ്ട്. എ ബി വൈ ഈസ് ഈക്വൽ ടു എ XOR B ആണ്. സോ നമ്മൾ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 വരുന്ന സമയത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? 0 ഈ ഇൻപുട്ട് എല്ലാം സെയിം ആവുന്ന സമയത്ത് എക്സോറിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതർ 2 കേസസിൽ 1 ആയിരിക്കും. സോ y ഈസ് ഈക്വൽ ടു എ XOR B. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലിസ്റ്റ് എനി 2 ലോസ് അസോസിയേറ്റഡ് വിത്ത് ബൂലിയൻ അൾജിബ്ര. 2 ലോസ്, ഏതെങ്കിലും 2 ലോസ് എഴുതാം. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ സ്റ്റേറ്റ് ദാറ്റ് a plus b is equal to b plus a. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞ സമയത്ത് a plus b plus c is equal to a plus b plus c. ഇനി SOP എന്താണ്, POS എന്താണ്? അത് SOP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദി പ്രൊഡക്ട്സ് ആണ്. POS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി സം. അപ്പം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ഓർ ഓപ്പറേഷൻ ഇൻ ദി പ്രൊഡക്റ്റ് ടേംസ്. ദീസ് പ്രൊഡക്റ്റ് ടേംസ് ആർ ഓൾസോ നോൺ ആസ് മിൻ ടേം. POS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഫോംഡ് ബൈ ദി മൾട്ടിപ്ലൈയിങ് അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യുക ദ സം ഓഫ് ദി ടേംസിന്. ആൻഡ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാക്സ് ടേം എന്നാണ്. SOP സം ആണ്, ഇത് മൾട്ടിപ്ലൈയിങ് പയ്യ. സോ ഇനി അടുത്തത് ഡെസിമൽ കൺവേർഷൻസ് ആണ്. കൺവേർട്ട് ഡെസിമൽ നമ്പർ ഇൻറ്റു ബൈനറി. അത് നമ്മൾ 17/2 ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് എത്ര ടൈംസ് പോവും? 8 ടൈംസ്. ആൻഡ് റിമൈൻഡർ 1 ആയിരിക്കും. ഇത് 2 വരുന്ന സമയത്ത് 2 × 4 ആയിരിക്കും. റിമൈൻഡർ 0. again 2 ടൈംസിൽ പോകുന്നത് 2. 2ൻ്റെത് 1 ടൈം 0. സോ ഇത് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് 1 0 0 0 1 ടു ദ ബേസ് 2. ഇതാണ് ഡെസിമൽ ടു 17 ഡെസിമൽ ടു ബൈനറി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കാണാനുള്ളത് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. അടുത്തത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് 1 0 1 0 1 ആണ്. അപ്പോൾ ആദ്യം വൺസ് കോംപ്ലിമെൻറ്റ് കാണണം. വൺസ് കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ്? തന്ന നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 1 എല്ലാം 0 ആക്കാം, 0 എല്ലാം 1 ആക്കാം. സോ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ സമയത്ത് 0 1 0 0 1 ആണ്. അതിന് 2's കോംപ്ലിമെൻറ്റ് ആക്കണമെങ്കിൽ +1 ആഡ് ചെയ്താൽ മതി. സോ 1 0 1 0. ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. ഇനി നോക്കുക, ഡ്രോ ദ സിമ്പിൾ ഓഫ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. A × B കൊണ്ട് ആൻഡ് ഗേറ്റ് സിമ്പിൾ വരയ്ക്കാം. y = A.B. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദി ബൈനറി നമ്പർ ടു ഡെസിമൽ നമ്പർ എന്നാണ് എഴുതാനുള്ളത്. ഡെസിമലാണ് എഴുതാനുണ്ടായിരുന്നത്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ നോക്കിയിട്ട് എഴുതാം. ഇവിടെ 2ൻ്റെ പവർ വരിക. അപ്പോൾ ഇവിടുന്ന് 1 0 1 2 3 4 -1 -2 and -3. അപ്പോൾ എങ്ങനെ എഴുതാം? 1 × 2⁴ +1 × 2⁵ +0 × 2⁵ +1 × 2⁴ +1 × 2⁵0 +0 × 2⁻1 +1 × 2⁻2 +1 × 2⁻3. അതിൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 27.375 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലിസ്റ്റ് ദി യൂണിവേഴ്സൽ ഗേറ്റ്സ് ആൻഡ് ഡ്രോ ദി സിമ്പിൾ ആൻഡ് ദ ട്രൂത്ത് ടേബിൾ. യൂണിവേഴ്സൽ ഗേറ്റ് ഏതൊക്കെയാണ്? നാൻഡും നോറാണ്. നാൻഡ് നോർ ഈ 2 എണ്ണമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ ഇസ് റിട്ടേൺ ആസ് y is അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ വേണം, ട്രൂത്ത് ടേബിൾ വേണം, ആൻഡ് നാൻഡും നോറും വരയ്ക്കണം. നാൻഡ് എന്ന് പറയുന്നത് നോട്ട് പ്ലസ് ആൻഡ് ആണ്. ഇവിടെ നോട്ട് ഗേറ്റ് വരച്ചിട്ടുണ്ട്, ആൻഡ് ചെയ്തിട്ടുണ്ട്. A B ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട് ചെയ്യുന്നത് y is equal to A.B ഹോൾ ബാർ. സോ അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ നോക്കിയാൽ കാണാം. 0 0 0 1 1 0 1 1 ആണ് സമയത്ത് 1 1 1. എല്ലാ ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് നാൻഡിൽ 0 ആയിരിക്കും. ഓപ്പോസിറ്റ് ഓഫ് ആൻഡ് ഗേറ്റ്. ഇനി അടുത്തത് നോർ ഗേറ്റ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റിൽ അടുത്ത ഗേറ്റ് അത് നോട്ട് പ്ലസ് ഓർ ആണ്. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, y is equal to A+B ഹോൾ ബാർ. സോ 0 0 0 1 1 0 1 1 എഴുതുന്ന സമയത്ത് അതിലും 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. സോ അതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്.
NAND plus OR. ഒരു 7 മാർക്കിൻ്റെ കൺവേർഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 കൺവേർട്ട് ടു ഡെസിമൽ എന്ന് കൺവേർട്ട് ചെയ്യേണ്ടത് 111.001011.100. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 1 2 3 4 5 6 7 8 6 7 8 -1 -2 -3. അപ്പോൾ 1 into 2 raised to 8 plus 1 into 2 raised to 7 plus 1 into 2 raised to 6 plus 0 into 2 raised to 5 plus 0 into 2 raised to 4 plus 1 into 2 raised to 3 plus 0 into 2 raised to 2 plus 1 into 2 raised to 1 1 into 2 raised to 0 1 into 2 raised to -1 1 into 2 raised to -2 plus 1 into 2 raised to -3. അത് കാൽക്കുലേറ്ററിൽ അടിക്കുന്ന സമയത്ത് 459.625 to the base 10 കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സിംപ്ലിഫൈ ദി ഫോളോയിങ് എക്സ്പ്രഷൻ യൂസിങ് K-map. A bar B bar C plus A bar B bar C bar plus A bar B bar C plus ABC. അപ്പോൾ നമുക്കതിന് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ടേം ആണ് 0 0 1 പ്ലസ് 0 0 0 0 0 1 പ്ലസ് 1 1 1. സോ ഇതിൽ 2 ടേം റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 2 ടേം സെയിം എന്നായിരുന്നു. സോ അത് നമുക്ക് 3 ടേമേ ഉള്ളൂ. അത് അത് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 0 0 0 ഈ ഒരു ടേമിൽ 0 0 0 0 0 1. അപ്പോൾ അവിടെ രണ്ടിലും ഹൈ ആക്കി ഇടാം. അപ്പോൾ 1 1 എന്ന് ഇട്ടു. ഇനി 1 1 1 അവിടെ ഹൈ ആക്കി. അപ്പം നമുക്ക് കോമ്പിനേഷൻ എടുക്കാൻ പറ്റും. സിംഗിൾ കോമ്പിനേഷൻ എടുക്കാം, ഡബിൾ കോമ്പിനേഷൻ എടുക്കാം, മൾട്ടിപ്പിൾ ഓഫ് 2ൻ്റെ നോക്കാം. ഇവിടെ 2 ടു ദ പവർ ഓഫ് 2 ആണ്. സോ ഇവിടെയാണ് രണ്ടിലും വരുന്നത്. ഇതിൽ രണ്ടിലും സെയിം ആയിട്ടുള്ളത് A ബാറും B ബാറും ആണ്. ആൻഡ് ഇതിൽ പ്ലസ് ABC. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക് ഗേറ്റ്സ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാൻഡും നോറും. ഇനി അടുത്ത ഗേറ്റ് വരുന്നത് കോമൺ ബേസിക് ഗേറ്റ്സ് ആണ് നിൽക്കുന്നത്. അത് നാൻഡ് ഓർ നോട്ട്. ആദ്യം നമുക്ക് NAND ഗേറ്റ് നോക്കാം. NAND ഗേറ്റ്, the output of the NAND gate attains 1 if and only if the two inputs are, all the input are high. all input high ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. സോ ഇത് AND ഗേറ്റ് ആയിരിക്കാം. എയും ബിയും ഉണ്ട്. നമുക്ക് കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. മൾട്ടിപ്ലിക്കേഷൻ ആണ് 0 into 0 0 ആണ്, 0 into 1 0 ആണ്, 1 into 0 0 ആണ്, 1 into 1 1 ആണ്. ഇനി അടുത്തത് OR ഗേറ്റ് ആണ്. OR ഗേറ്റിൽ അഡീഷൻ ഓപ്പറേഷൻസ് ആണ് വരിക. സോ നോക്കുക, 0 + 0 0 ആണ്, 0 + 1 1 ആണ്, 1 + 0 1 ആൻഡ് 1 1 എന്ന് പറഞ്ഞാൽ 1. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗേറ്റ്സ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ വരയ്ക്കണം, ട്രൂത്ത് ടേബിൾ വരയ്ക്കണം, ആൻഡ് ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം. അടുത്തത് നോട്ട് ഗേറ്റ് ആണ്. ഇൻ നോട്ട് ഗേറ്റ്, ദ ഔട്ട്പുട്ട് ഓഫ് ദി നോട്ട് ഗേറ്റ് അറ്റൈൻസ് ദ സ്റ്റേറ്റ് 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻപുട്ട് ഈസ് നോട്ട് അറ്റൈനിങ് 1. അതായത് നമ്മൾ A B എന്നുള്ളത് സിംഗിൾ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ. 0 ആവുന്ന സമയത്ത് 1 ആവും, 1 ആവുന്ന സമയത്ത് 0 ആയിരിക്കും. അതാണ് നോട്ട് ഗേറ്റ്. ഇനി നമ്മൾ നോക്കിയത് നേരത്തെ പോലെ തന്നെ NAND ഗേറ്റ് എന്താണെന്നാണ്, നോട്ട് പ്ലസ് ആൻഡ് ആണ്. ആൻഡ് ഗേറ്റിനെ നേരെ പിടിച്ചിട്ട് നോട്ട് ചെയ്യലാണ്. അതാണ് A + B ഹോൾ ബാർ. ഇപ്പോൾ 0 0 0 1 1 0 1 1 എന്ന് പറയുന്ന സമയത്ത് നോട്ടാണെന്നുണ്ടെങ്കിൽ 0 0 0 1 ആയിരിക്കും. അതിൻ്റെ കണ്ടീഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് 1 1 1 1 0. നോർ ഗേറ്റ് എന്ന് പറയുമ്പം നോട്ട് പ്ലസ് ഓർ ഗേറ്റ് ആണ്. നോട്ട് പ്ലസ് ഓർ എന്ന് പറയുന്ന സമയത്ത് വി ഹാവ് അഡീഷൻ ഓപ്പറേഷൻ ആണ്. 0 + 0 0 ആണ്, 0 + 1 1 1 1. ഇതിന് ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിനെ നോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നോർ ഗേറ്റ് കിട്ടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് പെർഫോം ദി ഫോളോയിങ് ഓപ്പറേഷൻ ഓഫ് എ ബൈനറി നമ്പേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേഷനും ചോദിച്ചിട്ടുണ്ട്, ഡിവിഷനും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് നമ്പർ കിട്ടി, രണ്ടാമത്തെ നമ്പർ എഴുതാം. ആൻഡ് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കൻ്റ് താഴെ എഴുതാം. ഇനി ഇത് മൂന്നും ഇതുപോലെ എഴുതാം. 1 into 1 ഒക്കെ കിട്ടുന്ന സമയത്ത് എഴുതണം. ഇനി നമുക്ക് താഴെ ആഡ് ചെയ്തിട്ട് എഴുതാനുള്ളതാണ്. 1 in 1 താഴെ എഴുതി. 1 + 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 0 + 0 + 0 പറഞ്ഞാൽ +1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി നോക്കാനുള്ളത് ഈ ഒരു കണ്ടീഷനാണ്. 1 + 1 എന്ന് പറയുന്ന സമയത്ത് 1 + 1 ഇറ്റ് ഈസ് 2 എന്ന് പറയുമ്പോൾ 0 1 എന്ന് എഴുതാം. ഇവിടെ 0 എഴുതി 1 എഴുതി.
ഇനി ഇവിടെയും അഗെയിൻ 1 + 1 കിട്ടി, 0 എഴുതി, 1 എഴുതി, 1 + 1 0, 1 എഴുതി, 1 + 1 0, അഗെയിൻ 1 താഴേക്ക് കിട്ടും, 1 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. സോ ഇതിൻ്റെ റിസൾട്ട് ഈസ് ഈക്വൽ റിസൾട്ട് 1 0 0 0 1 1 1. ഇനി അടുത്ത ഡിവിഷനാണ്. ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി നോക്കാം. 1 1 1 0 1 0 0. ഇനി നമുക്ക് 1 0 0 ആണുള്ളത്. നമുക്ക് നോക്കാം. 3 നമ്പർ എടുത്തു, ഇതിൽ പോവും, യെസ് ഓഫ് കോഴ്സ് ഇട്ട് പോവും. 1 0 0 എടുത്തു. ഇനി 1 1 ഇതിൽ പോവില്ല, അപ്പോൾ 0 താഴേക്ക് എഴുതി, അഗെയിൻ യെസ് പോവും. ഇത് 4 ആണ്, 4 6 പോവും, 1 0 0, അഗെയിൻ 1 0. ഇനി താഴത്തേക്ക് 1 ഇറക്കിയിട്ടു. 1 എന്ന് പറയുന്ന സമയത്ത് യെസ് ഒരു പ്രാവശ്യം പോവും, 1 0 0 ആണ്, അപ്പോൾ 0 1 ആയി. 0 1 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0 താഴേക്ക് ഇട്ടു. 0 പോവും? ഒരിക്കലും അതിൽ പോവില്ല. അപ്പോൾ 0 നമ്മൾ എഴുതി, അടുത്ത 0 താഴേക്ക് ഇട്ടു, അഗെയിൻ 1. അപ്പം 1 0 0. ഹോപ്പ് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കെ മാപ്പിൻ്റെ ക്വസ്റ്റനാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂസിങ് ദ കെ മാപ്പ് മിനിമൈസ് ദി ഫോളോയിങ് ബൂലിയൻ ഫംഗ്ഷൻ f of a, b, c is equal to sigma m 0 1 2 3 5 7. സോ നമുക്ക് 0 1 2 3 4 5 3 4 ഇല്ല, 5 7 തന്നിട്ടുണ്ട്. നമ്മൾ കെ മാപ്പ് വരയ്ക്കാം. 3 വേരിയബിൾസ് ഉണ്ട്, അപ്പം വരയ്ക്കാം. 0 a b c 0 1 0 0 0 1 1 1 1 0. അപ്പം നമ്മൾ നോക്കും 0 1 2 3 4 5 6 7. 0 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. എവിടേക്കാണോ 0 വരുന്നത് അവിടെ ഹൈ ആക്കി കൊടുക്കുക. 1 2 3, അടുത്തത് 5 7. സോ ഈ ഒരു കേസിൽ വരുമ്പോൾ പെയർ ഓഫ് 4 നമുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ പെയർ എടുത്തു, സെക്കൻഡ് പെയർ എടുത്തു. ഫസ്റ്റ് പെയറിൽ എ ബാർ ആണ് വരുന്നത്, y ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ്, ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് സി ആണ്, എ ബാർ സി. ഇനി ചില സമയത്ത് y ഈസ് ഈക്വൽ ടു എ ബാർ സി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്ക് സിമ്പിൾ ഡയഗ്രാം വരയ്ക്കാൻ പറയുന്നുണ്ട്, യൂസിങ് ബേസിക് ഗേറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എ ബാർ ചെയ്യാം, സി രണ്ടും കൂടെ ഓർ ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിംപ്ലിഫൈഡ് ഗേറ്റ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടി. y ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് സി. സോ ഇത്രയും 7 മാർക്കിന് ചോദിക്കാം. ഇതപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, തേർഡ് മോഡ്യൂളിലാണ് ഒരുവിധം ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് സിഒയിൽ കോഴ്സ് ഔട്ട്കം 4 കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് സിമ്പിൾ ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ആണെങ്കിലും JK ആണെങ്കിലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല SR, അതിൻ്റെ കൂടെ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുക, Q, ഈ ഒരു ക്ലോക്ക്, Q ബാർ. സോ ഇത്രയും വരച്ചാൽ തന്നെ 1 മാർക്കായി. ഇനിയിപ്പോൾ JK ആണെങ്കിൽ നോക്കിയാൽ JK SR ആയിട്ട് ഇതായിരിക്കും JK വരുന്നത്. അഗെയിൻ അത് വരയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്. ഏതെങ്കിലും ഒന്ന് എഴുതാം. അടുത്തത് എക്സ്പ്ലെയിൻ ദ ടേം കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്നുള്ളതാണ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ് ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രസൻറ്റ് ഇൻപുട്ട്, പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി പ്രസൻറ്റ് ഇൻപുട്ട്. കോമ്പിനേഷണൽ സർക്യൂട്ട്, അവിടെ ഒരു മെമ്മറി ഉണ്ടാവില്ല. So combination circuit is a type of digital circuit in which is implemented by the Boolean circuits where the output is pure function of the present input only. Present output എപ്പോഴും ഇൻപുട്ടിന് പ്രസൻറ്റ് ഇൻപുട്ടിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സോ അടുത്ത ചോദിച്ചിട്ടുണ്ട് 2 ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്. അടുത്ത ട്രൂത്ത് ടേബിൾ, ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹാഫ് ആഡർ ഓൾറെഡി സർക്യൂട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the number of select lines required
ഫോർ ആൻ 4/1 മക്സിന് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എത്രയാണ്? അത് 2 ആണ്. അടുത്തതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ? 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദി ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. നമുക്ക് 4 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. SISO, SIPO, PISO, PIPO. Serial input, serial output, serial input, parallel out, serial in, serial out, parallel out. So in serial out, serial register is loaded with a serial data 1 bit at a time, which stored data being available at a parallel. Output is parallel form. ഇൻപുട്ട് സീരീസ് ആയിട്ട് കൊടുക്കുമ്പം ഔട്ട്പുട്ട് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ സീരിയലായിട്ട് ഇൻപുട്ട് കൊടുത്തു, സീരിയലായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, കാണാം. സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്ന സമയത്ത് ഡാറ്റ സീരീസ് ആയിട്ട് കൊടുത്തു, പാരലായിട്ട് സീരീസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടി. സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുമ്പം സീരിയലായിട്ട് ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമ്മൾ പാരലലി ആണ് എടുക്കുന്നത്. ഇനി പാരലൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡാറ്റ പാരലായിട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് സീരീസ് ആയിട്ട് കിട്ടി. ആൻഡ് പാരലൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറയുമ്പോൾ പാരലായിട്ട് ഇൻപുട്ട് കൊടുത്തു, പാരലായിട്ട് ഔട്ട്പുട്ട് കൊടുത്തു. ഈ 4 ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. SISO, SIPO, PISO, PIPO. അടുത്തതായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മൾട്ടിപ്ലെക്സർ. എക്സ്പ്ലെയിൻ എനി മൾട്ടിപ്ലെക്സർ ആണ്. 4/1 മക്സ് ആണ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. 4/1 മക്സ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ 4 ഇൻപുട്ട് ലൈൻസും 1 ഔട്ട്പുട്ട് ലൈനാണല്ലോ. 4/1 മക്സ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ഹാവിങ് 4 ഇൻപുട്ടും ഉണ്ട്, 1 ഔട്ട്പുട്ട് ഉണ്ട്, 2 സെലക്ട് ലൈൻസ് ഉണ്ട്. സോ 4 ഇൻപുട്ട് ABCD എന്ന് എഴുതിയിട്ടുണ്ട്. Y ഔട്ട്പുട്ട് ഉണ്ട്. 4 ഇൻപുട്ട് S1 S0 സെലക്ട് ലൈൻസ് ആണ്. നോക്കിയാൽ കാണാം 4 കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് എടുക്കുന്നത് എയും ബിയും എടുക്കാം. 0 ആണ്. S0 S0 ബാർ, S1 0 ബാർ. നമുക്ക് 4 കോമ്പിനേഷൻ 1 0 0 0 1 1 0 0 1 1 0 1 1. അപ്പോൾ ആ കോമ്പിനേഷനിൽ എടുത്തിട്ടുള്ളത് A B C and D. സോ ആ 0 0 എന്ന് പോകുന്നു, പിന്നെ ഒരു A ഇൻപുട്ട് കൊടുത്തു. 0 1 എന്ന് പോകുന്നു, B ഇൻപുട്ട് കൊടുത്തു. 1 0 എന്ന് കൊടുത്തു, C എന്ന് എടുത്തു. അടുത്തതായിട്ട് 1 1 എന്ന് എടുത്തു, D എന്ന ഇൻപുട്ട് കൊടുത്തു. Y ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എന്താണോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4/1. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരൊറ്റ ഔട്ട്പുട്ടേ വരുന്നുള്ളൂ, അതാണ് 4/1 മക്സ്. 4/1 മക്സിന് ഓൾറെഡി ഒന്നുകൂടി പറയാം, 4 ഇൻപുട്ട് ലൈൻസ്, ഒരു സെലക്ട് ലൈൻ, 2 സെലക്ട് ലൈന്, ഒരു ഔട്ട്പുട്ട്. അങ്ങനെയാണ് 4/1 മക്സ് ഉള്ളത്. അടുത്തതായിട്ട് ഉള്ളത് ലിസ്റ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, പാരലൽ ഡാറ്റ സ്റ്റോറേജ്, സീരീസ് ഡാറ്റ സ്റ്റോറേജ്, ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ, സീരിയൽ പാരലൽ കൺവേർഷൻ. ഇതിലേതെങ്കിലും എനി 3 ആപ്ലിക്കേഷൻ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ വിത്ത് എ നീ ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി ഓപ്പറേഷൻ ഓഫ് R2R ലാഡർ ടൈപ്പ് DAC. R2R ആണ് ചോദിച്ചിട്ടുള്ളത്. 3 R2R കോമ്പിനേഷൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 2R സീരീസ് ഒക്കെ R2R 1 2 3 ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഫീഡ്ബാക്കിംഗ് റെസിസ്റ്റൻസ്. So നോക്കാം, as it name implies ladder, description comes from the ladder like configuration of the resistor used within the network. ladder പോലെ കാണുന്നതുകൊണ്ടാണ് അതിൻ്റെ പേര് ladder network എന്ന് വന്നിട്ടുള്ളത്. And a R2R resistive ladder network provides a simple meaning of converting digital voltage signal to equivalent analog output. ഡിജിറ്റൽ ഇൻപുട്ട് ഡിജിറ്റലിൽ കൊടുക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ആയിട്ട് നമുക്ക് കിട്ടും. ദ ഇൻപുട്ട് വോൾട്ടേജ് are applied to the ladder network at a various point along with its length. The more input point is better the solution of the R2R ladder. The output signals as a result of this input voltage are taken from the end of the ladder which used to drive the inverting input of an operational amplifier. So
ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം LSB ബിറ്റ് MSB ബിറ്റ് നമുക്ക് പോയിൻ്റ് ഉണ്ടാവും 100 നോക്കിയിട്ട് ഇവിടെ 3 പോയിൻറ്റ്സ് ഉണ്ടാവും. ഇത് കണക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒന്ന് VINൽ കണക്ട് ചെയ്യും. ഇപ്പോൾ ഗ്രൗണ്ടിലേക്കാണോ നോക്കിയിട്ട് അതിൽ 0010 കോമ്പിനേഷൻ ഇപ്പോൾ 100 ആണെന്നുണ്ടെങ്കിൽ എല്ലാ പോയിൻ്റ് ഹൈയിലേക്ക് വരും. ഇത് ഗ്രൗണ്ട് ചെയ്യും, ഇത് ഹൈയിലേക്ക് പോകും. സോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് അൺലോക്ക് വാല്യൂ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് കിട്ടും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. നമുക്കൊരു ഇൻപുട്ട് VIN ഉണ്ട്, സാമ്പിൾ ആൻഡ് ഹോൾഡ് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, കൗണ്ടേഴ്സ് ഉണ്ട്, ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, ഒരു ക്ലോക്ക് പൾസ് ഉണ്ട്, ഒരു സ്റ്റാർട്ട് ഉണ്ട്. സോ ഇത്രയും ആണ് നോക്കാനുള്ളത്. ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കാം, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. അതിൻ്റെ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് diagram and explanation നോക്കാം. At the start the counter is cleared to 0. As the counter counts with each clock pulse, the digital to analog converter DAC outputs a slightly higher voltage. This voltage is compared to the input voltage by the comparator. If the input voltage is greater than DAC output, the comparator output will be high and the counter will continue counting normally. Eventually, through a DAC output is excited to the input voltage, causing the comparator go to low. This will be ending at the conversion and counter output is ADC output. അപ്പോൾ ഒന്നുമില്ല, ഒരു പ്രാവശ്യം ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഡിജിറ്റൽ വാല്യൂ വാല്യൂ ആഡ് ആവും. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കൗണ്ടർ കൗണ്ട് ചെയ്യും, ഇവിടെ വോൾട്ടേജ് കമ്പയർ ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള DAC നമുക്കിവിടെ കിട്ടും. നമ്മൾ ക്ലോക്ക് പൾസിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. അടുത്തതായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹാഫ് ആഡർ, ഹാഫ് സബ്ട്രാക്ടർ യൂസിങ് ബേസിക് ഗേറ്റ്സ്. നമുക്ക് അറിയാം ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട്സാണ് വരിക, AB അല്ലെങ്കിൽ XYയും ചെയ്യാം. സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് 2 ഇൻപുട്ട് ആകുമ്പോൾ 4 കോമ്പിനേഷൻസ് എഴുതാം. 0 0 0 1 1 0 1 1. ഇവിടെ നോക്കുക, സം ചെയ്യാനുള്ളതാണ്. സം ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാനുള്ള 2 കാര്യങ്ങൾ സമ്മുമാണ് ക്യാരി ആണ്. 2 ഔട്ട്പുട്ട് ഉണ്ടാവും, സമ്മും ഉണ്ടാവും, ക്യാരി ഔട്ട് ഉണ്ടാവും. 0 0 0 1 1 0 1 1 നമുക്ക് അഡീഷൻ നടത്താം. സം ഇസ് ഈക്വൽ ടു y ഇസ് ഈക്വൽ ടു A+B ആണ് വരിക. അപ്പോൾ 0 + 0 ആഡ് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും. 0 + 1 എന്ന് പറഞ്ഞ സമയത്ത് 1 ആണ്. 1 + 0 1 ആണ്. ഇനി 1 + 1 എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരിക്കും? അതിൽ 1 0 ആണ്. അതിൽ 0 ആയിരിക്കും. ഓൾവേസ് ക്യാരി വരുന്നുണ്ട്, ആ ബിറ്റ് മാത്രം ഹൈ ആയിരിക്കും, ബാക്കിയെല്ലാം ക്യാരി ഇല്ലാത്തതുകൊണ്ട് 0 ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ബേസിക് ഗേറ്റിൻ്റെ എക്സ്പ്രഷനിൽ വരയ്ക്കുന്ന സമയത്ത് ഇത് നോക്കിയാൽ കാണാം, സമ്മ് എന്തിന് ഈക്വലാണ്? നമ്മൾ എക്സോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളിനെ വെച്ച് നോക്കുമ്പോൾ സെയിം ആണ്. സോ y ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സം ഈസ് ഈക്വൽ ടു A XOR B എന്ന് എഴുതാം. A XOR B എന്ന് എഴുതാം. അതാണ് നമ്മൾ A B ഉള്ളത് എക്സോർ ഗേറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാരി ഔട്ട് എപ്പോഴും മാത്രമാണ് ഹൈ ആവുന്നത്? Aയും Bയും ഹൈ ആവുന്ന സമയത്ത് ദാറ്റ് CO ഈസ് ഈക്വൽ ടു A ഇൻറ്റു B എന്ന് എഴുതാം. A ഇൻറ്റു B എന്ന് പറഞ്ഞ സമയത്ത് അതെന്താണ്? ആൻഡ് ഗേറ്റാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ C0 ആൻഡ് ഗേറ്റും. സമ്മ് വരുന്ന സമയത്ത് ക്യാരി ഔട്ട് വരുന്നത് A ഇൻറ്റു B ആണ്, സമ്മ് വരുന്നത് A XOR B ആണ്. ഇതുപോലെ തന്നെയാണ് ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറഞ്ഞത്. ഹാഫ് സബ്ട്രാക്ടർ എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ബൂളിയൻ എക്സ്പ്രഷൻ എഴുതി നോക്കുക. ഡിഫറൻസും ബോറോയും ആണ് വരിക, ഡിഫറൻസും ബോറോ ആണ് വരിക. സോ 0 0 എന്ന് മൈനസ് ചെയ്യുന്ന സമയത്ത് 0 ആണ്. 0 1 എന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ 1 ബോറോ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് 1 വരിക. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 1ഉം. 1 0 എന്ന് മൈനസ് ചെയ്യാൻ പറ്റും, 1 0 1 1 എന്ന് മൈനസ് ചെയ്യുമ്പോൾ രണ്ടും 0. എഗെയിൻ നോക്കിയാൽ കാണാം ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എക്സോർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ട്രൂത്ത് ടേബിളിന് സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു A XOR B. ഇനി ഇത് നോക്കുന്ന സമയത്ത് 0 1 കണ്ടീഷനിലാണ് ബോറോ ഹൈ ആവുന്നത്. അപ്പോൾ A ബാർ B. അപ്പോൾ എനെ നമ്മൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം A ബാർ ആയി. അതിനെ ആൻഡ് ഗേറ്റ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ബോറോ ഇസ് ഈക്വൽ ടു A ബാർ B. അപ്പോൾ ഹാഫ് സബ്ട്രാക്ടറും പഠിച്ചു, ഹാഫ് ആഡറും പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ഫുൾ ആഡർ യൂസിങ് 2 ഹാഫ് ആഡർ വരയ്ക്കാൻ പറയലുണ്ട്. അപ്പോൾ നമ്മൾ 2 ഹാഫ് ആഡേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം. നമുക്ക് ഹാഫ് ആഡർ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എക്സോർ ഗേറ്റും ഉണ്ടാവും, ഒരു ആൻഡ് ഗേറ്റും ഉണ്ടാവും. ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും വരയ്ക്കാം. ഇതർ വി ക്യാൻ സേ ABC വരയ്ക്കാം. XYZ എന്ന് എഴുതാം. Xഉം Yയും എക്സോർ ചെയ്യാം. അതിൻ്റെ ഔട്ട് അടുത്ത എക്സോർ ഗേറ്റിലേക്ക് പോവാം. അടുത്തൊരു മൂന്നാമത്തെ ഒരു ഇൻപുട്ട് Z എന്നുള്ളത്
രണ്ടാമത്തെ XOR ഗേറ്റിൻ്റെ ഇന്നായിട്ട് എടുക്കുമ്പോൾ S ഈക്വൽ ടു A XOR B XOR C അല്ലെങ്കിൽ X XOR Y XOR C. ഇനി രണ്ടാമത്തെ കേസിൽ വരുന്നത് ക്യാരി എഴുതാനുള്ളതാണ്. ഇത് വെറും AXY XY. ഇനി ഇവിടെ വരുന്നത് A XOR B ആണ് ഇൻറ്റു എക്സ് വരും സമയത്ത് A XOR B XOR C. ദാറ്റ് ഈസ് രണ്ടും കൂടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് A XOR B plus C ഇൻറ്റു പ്ലസ് C കിട്ടും. സോ ഇതാണ് അതിൻ്റെ ഹാഫ് ആഡർ ടു ഹാഫ് ആഡർ യൂസിങ് ഫുൾ ആഡർ. ഹോപ്പ് 4 മോഡ്യൂളുള്ള ബേസിക്സ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതർ ക്വസ്റ്റ്യൻസും എക്സാമിന് പോയിട്ട് നോക്കിയിട്ട് എഴുതാം. എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഫിഗേഴ്സൊക്കെ വരച്ച് എക്സാം ആകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ആക്കിയിട്ട് എഴുതാം. ഇത് വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ആക്കിയിട്ടുള്ളൂ. അത് ടോപ്പിക്സും ഉണ്ട്, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു.